പത്തരമാറ്റിന്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി റിവ്യൂലോട്ട് എല്ലാവർക്കും സ്വാഗതം. ദേവയാനിയുടെ കണ്ടീഷൻ വളരെ മോശമായിരിക്കും. ഡോക്ടേഴ്സ് വരെ കൈവിടുന്ന അവസ്ഥയില് ഡോക്ടർ പറയുന്നുണ്ട്, പെട്ടെന്ന് തന്നെ വൃക്ക മാറ്റി വെക്കുകയാണെങ്കിൽ ദേവയാനിയുടെ ജീവൻ രക്ഷിക്കാമെന്ന്. വൃക്ക ഡൊണേറ്റ് ചെയ്യാൻ ഒരാളെ കിട്ടിയ പെട്ടെന്ന് തന്നെ ദേവയാനിയുടെ ഓപ്പറേഷൻ നടത്താം, എന്നാ നമുക്ക് ജീവിതത്തിലോട്ട് കൊണ്ടുവരാമെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. എന്നാ ഇത് കേട്ട് ചങ്ക് പൊട്ടി നിൽക്കുമായിരിക്കും നയനയും ആദർശും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും. ഇത്രയും പെട്ടെന്ന് ഒരു ഡോണറെ നമ്മൾ എങ്ങനെയാച്ചാ സംഘടിപ്പിക്കുക എന്ന് ആദർശ് ജയന്റെ അടുത്ത് പറയുന്നുണ്ട്. എനിക്കൊന്നും അറിയില്ല ആദർശേ. അനാമികയാണെങ്കില് പേടിച്ചു നിൽക്കുന്നുണ്ട്. എല്ലാവരും ഇനി അനാമികയുടെ മേലോട്ട് തിരിയോ എന്ന് കരുതിയിട്ട്. കാരണം ദേവയാനിക്ക് കുറച്ച് ബ്ലഡിന്റെ ആവശ്യം വന്നപ്പോൾ തന്നെ അനാമികയോട് അനി പറഞ്ഞ സമയത്ത് അവള് കൊടുക്കില്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെയാണ് അനാമിക പറഞ്ഞത്. ആ സമയത്ത് നയനയാണ് ദേവയാനിക്ക് വേണ്ട ബ്ലഡ് കൊടുത്തത്. അങ്ങനെ മാച്ച് ആവുന്നത് അനാമികയുടെയും നയനയുടെയും ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. എല്ലാവരും നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്നത് കാണുമ്പോൾ നയന പറയുന്നുണ്ട് മുത്തശ്ശന്റെ അടുത്ത് ചെന്ന്, മുത്തശ്ശ എനിക്ക് സമ്മതാ അമ്മയ്ക്ക് വൃക്ക കൊടുക്കാനായിട്ട്. എൻ്റെ അമ്മയുടെ ജീവൻ തിരികെ ലഭിക്കുമെങ്കിൽ എൻ്റെ ജീവൻ വരെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് മുത്തശ്ശ എന്ന് മുത്തശ്ശനോട് ചെന്ന് പറയാണ്. എന്നാ അനാമിക പറയുന്നുണ്ട്, ഹോ ഇപ്പോഴും ഞാൻ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ എല്ലാവരും ചേർന്ന് എന്നെ കുരുതി കൊടുത്തേനെ. നയനെ മോളി നീ ആലോചിച്ചിട്ടാണോ ഈ തീരുമാനം എടുത്തേന്ന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. അതെ മുത്തശ്ശ, ഞാൻ ആലോചിച്ച് തന്നെയാ ഈ തീരുമാനം എടുത്തേ. അമ്മ ഒരിക്കലും നമ്മളെ വിട്ടു പോവരുത്. പെട്ടെന്ന് തന്നെ ഡോക്ടറോട് കാര്യം പറയും മുത്തശ്ശ, ഞാൻ തയ്യാറാ. എനിക്ക് ഒരു കുഴപ്പമില്ല. എൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാ ഞാൻ ഇതിന് സമ്മതം പറയുന്നത്. ആദർശേട്ടാ പറയാ ആദർശേട്ടാ. ആദർശാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുമായിരിക്കും. അമ്മയുടെ ജീവൻ ആദർശിനെ രക്ഷിക്കും വേണം. എന്നാ നയനെ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് എതിർക്കാനും ആദർശിന് പറ്റുന്നില്ല. അങ്ങനെ ആദർശ് നയനയുടെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, നിന്നോട് ഞാൻ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നിന്റെ ഈ മനസ്സ് ഉള്ളിൽ കിടക്കുന്ന എൻ്റെ അമ്മ തിരിച്ചറിഞ്ഞിട്ടില്ല. ആദർശേട്ടാ ഇതൊന്നും ഇപ്പൊ പറഞ്ഞു നിൽക്കേണ്ട സമയമല്ല. നിങ്ങൾ വേഗം ഡോക്ടറുടെ കാര്യങ്ങൾ പറയ്, എന്നിട്ട് പെട്ടെന്ന് തന്നെ അമ്മയുടെ ജീവൻ രക്ഷിക്കണം. അങ്ങനെ ജയനും ആദർശും ഡോക്ടറെ കാണാനായിട്ട് പോകുന്നുണ്ട്. ഡോക്ടറെ, എൻ്റെ ഭാര്യ വൃക്ക കൊടുക്ക എന്ന് സമ്മതിച്ചിട്ടുണ്ട്. എന്നാ നമുക്ക് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തിയാലോ എന്ന് ഡോക്ടറോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ ഭാര്യ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണോ ഇതിന് തയ്യാറായിരിക്കുന്നേ? അതെ ഡോക്ടർ, അവളെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാ ഇതിന് തയ്യാറായിട്ടുള്ളത്. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ചെക്കപ്പ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് ബ്ലഡ് കൊടുത്തത്. എന്നാലും കൂടുതൽ കാര്യങ്ങളൊക്കെ നോക്കണം. പെട്ടെന്ന് അവരോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയൂന്ന് പറഞ്ഞ് നയനയെ ഉള്ളിലോട്ട് വിളിക്കുന്നുണ്ട്. നയനോട് ഡോക്ടർ സംസാരിക്കുന്നുണ്ട്. പൂർണ്ണ സമ്മതത്തോടു കൂടിയല്ലേ ഇതിന് നിൽക്കുന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, അതെ എന്റെ സമ്മതത്തോടു കൂടിയാണെന്ന്. അങ്ങനെ ഡോക്ടർ വേഗം നഴ്സിനെ വിളിച്ച് നയനയെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. എന്നാ അനാമിക പ്രാർത്ഥിക്കുന്നത്, ഈശ്വര ഈ ഓപ്പറേഷനിൽ നയനയെ അങ്ങ് ദൈവം വിളിച്ചിരുന്നെങ്കിൽ അനന്തപുരി എനിക്ക് സ്വന്തമായേനെ. അല്ലെങ്കിൽ വീണ്ടും ഈ സെന്റിമെന്റ്സ് പറഞ്ഞ് വല്യമ്മയെ കയ്യിലെടുത്ത് അവളായിരിക്കും അനന്തപുരി ഭരിക്കുക എന്നൊക്കെ അനാമിക ചിന്തിക്കുകയാണ്. ഒരാളും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് അനാമിക ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വേണുവും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വേണുവിന്റെ അടുത്ത് രേവതിയും അനാമികയും ഇക്കാര്യം പറയാണ്. ഇത് കേട്ട് വേണു പറയുന്നുണ്ട്, ഇപ്പൊ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും അവളെ തലയിൽ കയറ്റി വെച്ചിരിക്കുക. ഇതും കൂടെ ചെയ്ത് അവളുടെ അമ്മായിയമ്മയുടെ ജീവൻ രക്ഷിച്ചാ പിന്നെ അവളുടെ സ്ഥാനം അതിന് മുകളിലായിരിക്കും. എന്താ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാമെന്നും പറഞ്ഞ് വേണുവും രേവതിയും അനാമികയും ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കുന്നുണ്ടായിരിക്കും. എന്നാ ആകെ കരഞ്ഞ് തളർന്നായിരിക്കും മുത്തശ്ശി ഇരിക്കുന്നുണ്ടായിരിക്കുക. മുത്തശ്ശിയോട് മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ വീട്ടിലോട്ട് പൊക്കോ, നീ ഇവിടെ നിന്ന് നിന്റെ ആരോഗ്യം കളയണ്ട. വേണ്ട, എനിക്ക് വീട്ടിൽ പോയാൽ സമാധാനം കിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അങ്ങനെ ആദർശിനെ ഉള്ളിലോട്ട് വിളിക്കുകയാണ് ഡോക്ടർ. വീണ്ടും നിങ്ങളുടെ ഭാര്യ നയനയുടെ അച്ഛനെയും അമ്മയെയും വിവരം അറിയിക്കണം. അവരുകൂടെ വന്ന് ഒന്ന് സൈൻ ചെയ്ത് തന്നാലേ ഞങ്ങൾക്ക് പ്രൊസീജിയറൊക്കെ നടത്താൻ പറ്റൂ എന്ന് പറയുന്ന സമയത്ത് ആദർശ് വേഗം തന്നെ നയനയുടെ അച്ഛനെയും അമ്മയെയും വിളിച്ച് ഹോസ്പിറ്റലിലോട്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട്. എന്നാ നയനക്കാരൻ ചെയ്യുന്ന കാര്യം അവരെടുത്ത് പറയുന്നുണ്ടായിരിക്കില്ല. ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം മുത്തശ്ശനായിട്ട് തന്നെ പറഞ്ഞോളാം എന്നാണ് മുത്തശ്ശൻ പറഞ്ഞിരിക്കുക. അങ്ങനെ നയനയുടെ അച്ഛനും അമ്മയും വരുന്ന സമയത്ത് മുത്തശ്ശൻ അവരുടെ അടുത്ത് കാര്യങ്ങൾ പറയാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്ന കാര്യം നയന മാത്രം എടുത്ത തീരുമാനാ, ഞങ്ങളാരും അവളെ നിർബന്ധിച്ചിട്ടല്ല. മൂർത്തി സാറേ എന്താ കാര്യമെന്ന് ഗോപാലൻ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് മൂർത്തി സാർ പറയുന്നുണ്ട്, നയന ദേവയാനിക്ക് വേണ്ടി വൃക്ക നൽകുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട് നയനയുടെ അമ്മ.
എന്താ എന്താ പറയുന്നേ? ഞാൻ അതിന് സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് നയനയുടെ അമ്മ പറയുന്നുണ്ട്. എന്നാ ഗോപാലൻ മൂർത്തി സാറിന്റെ അടുത്ത് പറയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന്. അങ്ങനെ നയനയെ കാണാനായിട്ട് അച്ഛനും അമ്മയും നന്ദവും കൂടെ ഉള്ളിലോട്ട് കയറുന്നുണ്ട്. എന്നാ നയന പറയുന്നുണ്ട്, എന്തിനാ നിങ്ങൾ കരയുന്നേ? എന്താ മോളെ ഞാൻ ഈ കേൾക്കുന്നേ? നീ എന്തിനാ ഈ തീരുമാനം എടുത്തത്? വേറെ വല്ല മാർഗം നോക്കിയാൽ മതിയായിരുന്നില്ലേ? അമ്മ എന്തിനാ അമ്മ ഇങ്ങനെ കരയുന്നേ? എനിക്കൊന്നും സംഭവിക്കില്ല. അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ ഇപ്പൊ ഞാൻ ഈ തീരുമാനം എടുത്തേ പറ്റൂ. എനിക്കൊന്നും സംഭവിക്കില്ല അമ്മേ. അമ്മ വെറുതെ സങ്കടപ്പെടാതിരിക്കുക. നന്ദു, നീ പറഞ്ഞ അമ്മയെ മനസ്സിലാക്ക്. ചേച്ചി, അത് പിന്നെ എന്താ നന്ദു, നീയും ഇങ്ങനെ തളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കത് കൂടുതൽ സങ്കടാവല്ലേ ചെയ്യുള്ളൂ. ചേച്ചി, ഒന്നും കൂടെ ആലോചിച്ച് ഈ തീരുമാനം എടുത്താൽ പോരെ? ഞാൻ നല്ലപോലെ ആലോചിച്ചാ ഈ തീരുമാനം എടുത്തത്. എന്നെക്കൊണ്ട് ഇങ്ങനെയല്ലേ ചെയ്യാൻ പറ്റൂ? എൻ്റെ ജീവൻ പോയാലും അമ്മയുടെ ജീവൻ ഞാൻ രക്ഷിക്കും. മോളെ എന്ന് വിളിച്ച് അച്ഛൻ വായ പൊത്തുന്നുണ്ട്. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ തന്നെ പറയുന്നു നിനക്കൊന്നും ഉണ്ടാവില്ല എന്ന്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് എന്ത് സമാധാനമാണ് ഉള്ളത്? അച്ഛാ, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, നിങ്ങൾ വിഷമിക്കാതിരിക്കുക. എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല. അവർ പറയുന്ന പോലെ അച്ഛനും അമ്മയും ചെയ്യണമെന്നും പറഞ്ഞ് നയന പുറത്തോട്ട് പൊക്കോളാൻ പറയുന്നുണ്ട്. അങ്ങനെ കരഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയും പുറത്തോട്ട് പോവാണ്. എന്നാ ആദർശ് അമ്മയോട് വന്ന് പറയുന്നുണ്ട്, അമ്മേ, ഞാൻ ഒരിക്കലും നയനയെ നിർബന്ധിച്ചിട്ടില്ല. എനിക്കറിയാം ആദർശേ, അവളെടുത്ത തീരുമാനമാണെന്ന് അവൾ പറഞ്ഞു. എന്നാലും അവളെ ഈ ഒരു അവസ്ഥയിൽ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ അമ്മേ, ഞാൻ എങ്ങനെയാ നിങ്ങളുടെ അടുത്ത് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എൻ്റെ മുൻപിൽ അമ്മയുടെ ജീവനും ഇപ്പം നയനയുടെ ജീവനുമാ. രണ്ടുപേർക്കും ഒരാപത്തും കൂടാതെ ദൈവം തരണമെന്ന് മാത്രമേ എനിക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റൂ. നയനെ പോലൊരു മകളെ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണെന്ന് ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ അച്ഛനെയും അമ്മയെയും കൂട്ടി നേരെ ഡോക്ടറെ അടുത്തോട് ചെല്ലാണ്. പറയുന്ന രീതിയിലെല്ലാം അവർ ചെയ്തു കൊടുക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കുന്നത് നയനയ്ക്കൊരു കുഴപ്പമുണ്ടാവരുത്, ദേവയാനി രക്ഷപ്പെടണം എന്നൊക്കെ തന്നെയായിരിക്കും. എന്നാ അനാമികയും അമ്മയും അച്ഛനും ആഗ്രഹിക്കുന്നത് നയന ഇല്ലാതാവണം എന്ന് തന്നെയായിരിക്കും. അങ്ങനെ രണ്ടുപേരെയും ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒരുപാട് സങ്കടത്തോടു കൂടി എല്ലാവരും നിൽക്കുകയാണ്. ഏതൊക്കെ തരത്തിലാ ദേവയാനി നയനയെ കുറ്റപ്പെടുത്തിയിരുന്നത്? എന്നാ ഈ ഒരു സാഹചര്യത്തില് നയന തന്നെയാ ദേവയാനിക്ക് ഉണ്ടായുള്ളൂ. ഇതൊക്കെ ദേവയാനി ജീവിതത്തിലോട്ട് തിരിച്ചു വരുമ്പോൾ തന്നെയാണ് ദേവയാനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നയനയുടെ വൃക്ക നമ്മുടെ ദേവയാനിക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. അങ്ങനെ ദേവയാനി ജീവിതത്തിലോട്ട് തിരിച്ചു വരുന്ന സമയത്ത് നയനയ്ക്ക് ബ്ലീഡിങ് നിൽക്കാത്തൊരവസ്ഥ വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കാണുമ്പോൾ എല്ലാവരും പേടിക്കാണ്. അങ്ങനെ ആദർശ് നേഴ്സിൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് പിന്നെ നയനയ്ക്ക് ബ്ലീഡിങ് കുറച്ച് കൂടുതലാ, അതുകൊണ്ട് അതിൻ്റെ കുറച്ച് കോംപ്ലിക്കേഷനൊക്കെ ഉണ്ട്. ഇത് കേട്ട് വല്ലാത്തൊരു ഞെട്ടലിലായിരിക്കും ആദർശ് നിൽക്കുന്നത്. വേണു അങ്ങനെ രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്, നമ്മൾ വിചാരിച്ച പോലെ തന്നെയാ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. നയനയുടെ കാര്യത്തില് തീരുമാനമായി. ദൈവന്റെ പ്രാർത്ഥന കേട്ടു. ഇനി നമ്മുടെ മോളുണ്ടല്ലോ അനാമിക, അവൾ ആനന്ദപുരി ഭരിക്കാൻ പോകുന്നത്. ഇത്രയും ക്രൂരമായി ചിന്തിക്കാൻ പറ്റുന്നത് വേണുവിനും രേവതിക്കും അനാമികയ്ക്കും മാത്രമായിരിക്കും. എന്തായാലും നമ്മുടെ നയന ജീവിതത്തിലോട്ട് തിരിച്ചു വരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ തന്നെ കണ്ടറിയാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അത് മാത്രമല്ല, ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.